മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിത ഇനിയും ആത്മഹത്യക്ക് ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അലീന ആരാണെന്നുള്ള സത്യം ബബിതയെ അറിയിക്കുകയാണ്. താനും അലീന ചേച്ചിയും കൃഷ്ണയും രോഹിതേട്ടനുമെല്ലാം ഒരമ്മയുടെ വയറ്റിലാണ് ജനിച്ചത് എന്ന സത്യം അറിഞ്ഞപ്പോൾ ബബിതയ്ക്ക് അത് വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞില്ല. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വൈജയന്തിയുടെ കടഞ്ഞ തീരുമാനത്തിന് തെല്ലും മയവില്ലെന്ന് കണ്ട് ശിവശങ്കര മേനോൻ ആശങ്കാകുലനായി. പിടിച്ചാൽ കിട്ടാത്തിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജയന്തി, വക്കീലിനെ കാണുന്നതും ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നതും ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. നമ്മൾ ചില പാലങ്ങൾ കടന്നാൽ തിരിച്ചു വരാൻ പറ്റാതെ ആയേക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ ആ പാലം പോലും ഉണ്ടാവില്ല. എനിക്കിനി ആ പാലം വേണ്ട ശിവേട്ട. നിന്റെ മക്കൾക്ക് വേണമല്ലോ. അല്ലെങ്കിൽ ശിവേട്ടൻ പറ, അവളെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ താമസിപ്പിക്കാൻ തുടങ്ങിയിട്ടിപ്പം എത്ര ദിവസമായി? എനിക്ക് അവളുടെ നേല് പോലും കാണുന്നത് വെറുപ്പാണെന്ന് ബാലേന്ദ്രൻ അറിയാം. അതറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇതെല്ലാം. എൻ്റെ കൺമുമ്പിൽ നിന്നുകൊണ്ട് കൊഞ്ഞനും കുത്തിയും പല്ലിളിച്ചും കാണിക്കുക. ഇപ്പം ബബിതയ്ക്ക് എന്താ കുഴപ്പം? അവൾ എണീറ്റ് നടക്കുന്നുണ്ടെന്ന് സ്കൂളിൽ വെച്ച് കൃഷ്ണമോളെ കണ്ടപ്പം പറഞ്ഞു. പിന്നെ ആർക്ക് വേണ്ടിയാ മറ്റവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എല്ലാം ഒരു മറയല്ലേ ശിവേട്ട. എൻ്റെ ഭർത്താവായിരുന്നോണ്ട് ഇനി അത് വേണ്ട. ഇത്രയും നാൾ അവളെ എവിടെയാണ് താമസിപ്പിച്ചിരുന്നതെന്ന് ശിവേട്ടൻ അറിയാമോ? ചോദിച്ചാൽ ആരോടും പറയില്ല. അന്നേ എനിക്ക് സംശയമുണ്ട്. എവിടെയോ വാടക വീടെടുത്ത് താമസിപ്പിച്ചിരിക്കുക അവളെ. ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ സൗകര്യമുണ്ടല്ലോ. എന്തിനാ ഒളിച്ചു കളി? നേരിട്ടായിക്കോട്ടെ. ഒരു ചാൻസ് കിട്ടിയപ്പോൾ ചാടി വീണത് കണ്ടില്ലേ? വൈജയന്തി അമർഷത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഡിവോഴ്സിനൊക്കെ പോയാ കുട്ടികളുടെ കാര്യം എന്തു ചെയ്യും വൈജയ്? കമല ചോദിച്ചു. ഞാൻ മാത്രം മക്കളെപ്പറ്റി ഓർത്ത് ഇത്ര തലപുണ്ണാക്കാൻ എൻ്റെ മാത്രം കുട്ടികളല്ലല്ലോ കമലെടുത്തി. നമ്മൾ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചാലും ക്ഷമിച്ചാലും അവരുടെ അക്കൗണ്ടിൽ അത് കാണുമോ? കടമ ചെയ്തെന്നേ പറയൂ. പിന്നെ മക്കളാരും തീരെ ഉള്ള കുട്ടികളൊന്നുമല്ലല്ലോ. പറക്ക മുറ്റിയതും മുറ്റാറായതുമൊക്കെയാണ്. അവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായി. വൈജയ്, നിന്റെ മക്കൾ എന്തുകൊണ്ടാണ് അലീനയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ശിവശങ്കര മേനോൻ ചോദിച്ചു. എൻ്റെ ശിവേട്ട, വാ തുറക്കുമ്പോഴെല്ലാം അവളെപ്പോലെ തേനും പാലും ഒഴുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അവൾ സകല അഭ്യാസവും പഠിച്ചിറങ്ങിയവളാ. അവൾക്ക് ജീവിക്കണമെങ്കിൽ അത് വേണം. എനിക്ക് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. വൈജയന്തി കടുകിട പോലും വ്യതിചലിക്കില്ലെന്ന് ശിവശങ്കര മേനോന് ബോധ്യപ്പെട്ടു. വൈജയ്, നീങ്ങുവാ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ശിവശങ്കര മേനോൻ വൈജയന്തിയെ വിളിച്ചു. ശിവേട്ടൻ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. എനിക്കെന്തിനാ ഇങ്ങനൊരു ഭർത്താവ്? അതല്ല എനിക്ക് പറയാനുള്ളത്. നീ എൻ്റെ കൂടെ വാ. ശിവശങ്കര മേനോൻ വൈജയന്തിയെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിലടച്ച് ബോൾട്ടിട്ടു. വൈജയന്തി അമ്പരന്നു. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ആരും കേൾക്കാതിരിക്കാനാ. എന്താ ഇത്ര വലിയ രഹസ്യം? ഇങ്ങോട്ട് മാറി നിൽക്ക്. കമലയുടെ ചെവിയിലെത്തണ്ട. ശിവശങ്കരൻ മറുവശത്തെ ഭിത്തിയരിയിലേക്ക് മാറി നിന്നു. നീ അറിയാത്ത ഒരു സത്യമുണ്ട് ജയന്തി. ശിവേട്ടൻ പറഞ്ഞു. നീ ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞങ്ങൾ ബാലചന്ദ്രനുമായിട്ട് ഒരു ഒത്തുതീർപ്പ് സംഭാഷണം നടത്തിയിരുന്നു. നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അലീനയും ബാലേന്ദ്രനും തമ്മിലുള്ള ബന്ധം. പിന്നെ എങ്ങനെയാണ്? ബാലചന്ദ്രൻ്റെ മകളാണത്രേ അവൾ. ഒരു ഉൾക്കിടലമുണ്ടായെങ്കിലും വൈജയന്തി അചഞ്ചല എന്ന മട്ടിൽ നിന്നു. ഇതാര് പറഞ്ഞു ശിവേട്ടനോട്? ബാലചന്ദ്രൻ തന്നെ പറഞ്ഞതാ. ഗൾഫിലായിരുന്നപ്പം കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയുമായി അടുപ്പത്തിലായിരുന്നത്രേ. കൊല്ലത്ത് തങ്കശ്ശേരിയിലോ മറ്റോ ഉള്ള ഗ്ലാഡിസ് എന്നു പേരായ ഒരു ആംഗ്ലോ ഇന്ത്യൻ. ആ ബന്ധത്തിലുണ്ടായ മകളാണ് അലീന. ഗ്ലാഡിസ് പിന്നീട് ക്യാൻസർ വന്ന് മരിച്ചുവെന്ന് പറയുന്നു. അവളുടെ മകളെ ഓർഫനേജിലാക്കി. പക്ഷേ ബാലചന്ദ്രന് അറിയില്ലായിരുന്നത്രേ ഇങ്ങനൊരു മകളുണ്ടെന്ന് പോലും. ശിവശങ്കരൻ തനിക്കറിയാവുന്നതുപോലെ വിശദീകരിച്ചു. വൈജയന്തിയുടെ നെറ്റിയിൽ ചുളിവുകൾ മായാതെ നിന്നു. ഇതറിഞ്ഞിട്ട് എത്ര നാളായി ശിവേട്ട? നീ ഹോസ്പിറ്റലായിരുന്നപ്പോൾ. ശിവേട്ടൻ എന്തു മറുപടി പറഞ്ഞു? ഞാൻ എന്തു മറുപടി പറയും? ചോദിക്കായിരുന്നില്ലേ ശിവേട്ടന് ആ രഹസ്യബന്ധം മറച്ചു വെച്ചോണ്ട് ജയന്തിയോട് എന്തിനീ ചതി ചെയ്തെന്ന്? അത് പിന്നെ 10-24 വർഷം മുൻപത്തെ സംഭവമല്ലേ ജയന്തി? കുഴിച്ചിട്ട ശവം മാന്തിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പോലെ അതിന് ചികഞ്ഞു നോക്കിയിട്ട് വല്ല കാര്യവുമുണ്ടോ? പിന്നെ വേറൊന്നുകൂടി ഞാൻ ഓർത്തു. കല്യാണത്തിന് മുൻപ് നിനക്കും ചില പാകപ്പിഴകളൊക്കെ ഉണ്ടല്ലോ. വൈജയന്തി എന്തോ ചോദിക്കാനും പറയാനും ഭാവിച്ചത് വേണ്ടെന്ന് വെച്ച് മുറിയിലൂടെ പതുക്കെ 2-3 ചാൾ നടന്നു. കള്ളക്കഥയ ശിവേട്ട, ഞാൻ വിശ്വസിക്കത്തില്ല. കല്യാണത്തിന് മുൻപ്
ഒരു പെണ്ണിൻ്റെ നിഴല് പോലും ബാലേന്ദ്രൻ്റെ മേൽ വീണിട്ടില്ലെന്ന് എനിക്കറിയാം. വെറുതെ പറയുമോ അങ്ങനെയൊരു ബന്ധമുണ്ടായിരുന്നെന്നും അതിലൊരു മോളുണ്ടെന്നും? ശിവശങ്കരൻ പറഞ്ഞു. അവളെ കൂടെ നിർത്താൻ വേണ്ടിയല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ ആരും സംശയിക്കില്ലല്ലോ. വീട്ടിൽ നിന്ന് സ്വന്തം മോളെ ഇറക്കി വിടണമെന്ന് പറയാനും പറ്റില്ല. എന്നിട്ടും അവളെ പറഞ്ഞയച്ചല്ലോ. എങ്ങോട്ട്? ഒക്കെ കള്ളക്കളിയില്ലേ ശിവേട്ട. വേറൊന്നും വേണ്ട. ഇപ്പോഴും ഗൾഫിൽ നല്ല പരിചയമുണ്ടല്ലോ ശിവേട്ടന്. ഒന്ന് അന്വേഷിച്ച് നോക്ക്. ബാലചന്ദ്രൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അങ്ങനെയൊരു പെണ്ണുണ്ടായിരുന്നോന്ന്. 25 കൊല്ലം മുൻപത്തെ ചരിത്രം ആരോട് ചോദിക്കും വൈജയ്? ആർക്കറിയാം? ബാലചന്ദ്രൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചിലരെ എനിക്കറിയാം. അവരിപ്പോഴും വല്ലപ്പോഴുമൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ തരാം അവരുടെ പേരും അഡ്രസ്സും. വൈജയന്തോട് സഹകരിക്കുകയല്ലാതെ ഇനി മാർഗമൊന്നുമില്ലെന്ന് ശിവശങ്കരന് ബോധ്യമായി. ഞെട്ടിപ്പിടഞ്ഞാണ് ബബിത കണ്ണു തുറന്നത്. ഏത് ദുസ്വപ്നത്തിൻ്റെ വിളിമ്പിൽ നിന്നും അത്യഗാധമായ ഗർത്തത്തിലേക്ക് വീഴുന്നതിനിടയിൽ ഉറക്കമുണർന്നതുപോലെ. കണ്ടുകൊണ്ടിരുന്ന പേക്കിനാവിൻ്റെ വിശദാംശങ്ങൾ പോലും അരനിമിഷം മുൻപ് വരെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഉണർന്നുവെന്നും മുറിയിലെ കിടക്കയിലാണെന്നും തിരിച്ചറിയാനെടുത്ത അരനിമിഷത്തിന് ശേഷം അവൾ ദുസ്വപ്നത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ശ്രമിച്ചു. അത് എന്തായിരുന്നു? മണൽപ്പരപ്പിലൊഴിച്ച വെള്ളം വറ്റിയതുപോലെ സ്വപ്നരംഗങ്ങൾ അവളുടെ സ്മരണയിൽ നിന്ന് മാഞ്ഞുപോയി. എവിടെയായിരുന്നു താൻ? ഏതവസ്ഥയിലായിരുന്നു? ഒന്നും അറിയില്ല. ദേഹം നല്ലപോലെ വിയർത്തിട്ടുണ്ട്, കിതയ്ക്കുന്നുണ്ട്. മുറിയിൽ കിടക്കവിളക്കിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു. തൊട്ടടുത്ത് അലീന കിടന്നുറങ്ങുന്നത് അവൾ കണ്ടു. തനിക്ക് അഭിമുഖമായി ലേശം ചെരിഞ്ഞാണ് കിടപ്പ്. തന്നെ കെട്ടിപ്പിടിച്ചിരുന്ന കൈ വയറിനുമീതെ നിന്ന് ഊർന്നു വീണിരിക്കുന്നു. ബബിത എഴുന്നേറ്റിരുന്നു. തനിക്ക് ദാഹിച്ചാൽ കുടിക്കാൻ വേണ്ടി അലീന ചേച്ചി ഗ്ലാസ്സിൽ മൂടിവെച്ചിരുന്ന വെള്ളം മേശപ്പുറത്ത് നിന്നെടുത്ത് അവൾ കുടിച്ചു. ഒരു ഫ്ലാസ്കിൽ കട്ടൻ കാപ്പിയും ഇട്ട് വെച്ചിട്ടുണ്ട്. അലീനെ തന്നെ നോക്കിക്കൊണ്ട് അവൾ കിടക്കയിലിരുന്നു. വെളിച്ചം പോരാ, മുഖം ശരിക്ക് കാണാൻ വയ്യ. ബബിത ചുവരിലെ സ്വിച്ച് ബോർഡിലേക്ക് കൈനീട്ടി ലൈറ്റിട്ടു. പൊടുന്നനെ വന്ന വെളിച്ചത്തിൻ്റെ പ്രതിഫലനം അലീനയുടെ ഉപബോധ മനസ്സ് വരെ എത്തിയെന്ന് തോന്നി. ചെറിയൊരു അസ്വസ്ഥതയോടെ അലീന ഒന്നിളകിക്കിടന്നു. ബബിത അവളെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. നെറ്റിയുടെ പാതിയും ഒരു കണ്ണും മറച്ച് വീണ് കിടന്ന മുടിയിഴകൾ മാടി ഒതുക്കി വെച്ചിട്ട് വീണ്ടും നോക്കി. ഇപ്പോൾ മുഖം ശരിക്കും കാണാം. അവൾ പതിയെ കൈനീട്ടി അലീനയുടെ മുടിയിലും തോളത്തും കൈത്തണ്ടയിലും മൃദുവായി സ്പർശിച്ചു. അപ്പോഴെല്ലാം നേരിയ വൈദ്യുതി പ്രസരിച്ചതുപോലെ വിരലുകളിൽ കോരിത്തരിപ്പുണ്ടായി. അലീന ചേച്ചി ആദ്യമേ വീട്ടിൽ ജോലിക്കാരിയായി വന്നതിന് ശേഷമുള്ള അനേക സംഭവങ്ങൾ അവളുടെ മനസ്സിൽ വന്നു. പല പല ചിത്രങ്ങൾ തെളിഞ്ഞു. അച്ഛൻ, അമ്മ, രോഹിയേട്ടൻ, മനുവേട്ടൻ, കൃഷ്ണമോൾ, താൻ. ഇവർക്കെല്ലാം ഇടയിൽ അലീന ചേച്ചിയും. അലീന ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നതും ബബിത അവളുടെ കവിളത്ത് തൊട്ടിരുന്ന കൈ പിൻവലിച്ചു. അലീന കൺമിഴിച്ച് ബബിതയെ നോക്കി. നീ എന്താ മോളെ എണീറ്റിരിക്കുന്നേ? ബബിത മിണ്ടിയില്ല. നേരം വെളുത്തോ? ബബിത കണ്ണടച്ചു കാട്ടി. കിടക്ക്. അലീന അവളെ പിടിച്ചു കിടത്തി. എപ്പോഴാ നീ എണീറ്റത്? അറിയില്ല. ഉറക്കം വരുന്നില്ലേ മോൾക്ക്? എന്തിനാ ലൈറ്റിട്ടെ? അലീന ചോദിച്ചു. കാണാൻ. ആരെ? എന്നെയോ? എന്നെ കണ്ടിട്ടില്ലേടി നീ? ഇല്ല. അലീന അവളുടെ മുഖത്തേക്ക് നോക്കി. ഉറങ്ങിക്കോ. കവിളത്ത് തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? ബബിതയുടെ ഒച്ച ദലമർമരം പോലെ നേർത്തു. അലീന തന്നെ അവളുടെ കരമെടുത്ത് തൻ്റെ മേൽ വെച്ചു. ബബിത അവൾക്ക് അഭിമുഖമായി കിടന്നു. അല്പം ഊർന്ന് അവളുടെ തോളത്തേക്ക് മുഖമർപ്പിച്ചു. അലീനയുടെ പുറത്തുകൂടി ചുറ്റിയിരുന്ന അവളുടെ കൈ ക്രമേണ മുറുകി മുറുകി വന്നു. തൻ്റെ ചുമൽ നനയുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അവൾ ബബിതയുടെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചെങ്കിലും കെട്ടിപ്പിടിച്ചതിൻ്റെ മുറുക്കം കൊണ്ട് അനങ്ങാൻ കഴിഞ്ഞില്ല. കരച്ചിലിന് ശബ്ദമില്ല. എന്നാലും ശക്തിയായി ഏങ്ങലടിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടത്ര ശ്വാസം കിട്ടുന്നില്ലെന്ന് അലീനയ്ക്ക് തോന്നി. ചൂടു കണ്ണീർ വീണ് തോൾ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഒടുവിൽ അലീനയ്ക്കും കരച്ചിൽ വന്നു. ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങിയിട്ട് അലീന ചാർജ് കൊടുത്തു. ഓട്ടോയുടെ സീറ്റിൽ നിന്ന് ഷോപ്പിംഗ് ബാഗ് എടുത്തു. എന്നിട്ട് അഴുക്കുചാലിനപ്പുറത്തേക്ക് നോക്കി. വെയിറ്റ് ചെയ്യണോ? ഓട്ടോ ഡ്രൈവർ ചോദിച്ചു. വേണ്ട, അവൾ പറഞ്ഞു. എന്നിട്ട് അഴുക്കുചാലിന് മീതെയുള്ള കോൺക്രീറ്റ് സ്ലാബിലൂടെ മറുവശം കടന്നു. ശരണ്യയുടെ വീട്. ഇവിടെ ആദ്യം വന്നത് അവൾ ഓർത്തു. ഒരു ജനക്കൂട്ടം തനിക്കു ചുറ്റും ഇരുമ്പുന്നു, വലിച്ചിഴയ്ക്കുന്നു, മർദ്ദിക്കുന്നു, മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നു. ഒടുവിൽ ദൈവദൂതനെ പോലെ ഒരാൾ ഓടി വന്ന് തന്നെ രക്ഷപ്പെടുത്തുന്നു. ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ എല്ലാം കഴിഞ്ഞിട്ട്. എന്നിട്ടും
അതെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതുപോലെ അലീനയ്ക്ക് തോന്നി. താൻ തന്നെയായിരുന്നോ ആ പെൺകുട്ടി? അവൾ അത്ഭുതത്തോടെ ഓർത്തു. ശരണ്യയുടെ വീട് അന്നത്തെ പോലെ തന്നെ. ഇവിടെങ്ങും ആരുമില്ലേ? അലീന ഉച്ചത്തിൽ ഒരു ആത്മകഥ നടത്തി. മുറ്റത്താരുടെയോ ശബ്ദം കേട്ട് ശ്രീലത കിച്ചണിൽ നിന്ന് വന്ന് മുൻവാതിൽ അല്പം തുറന്ന് പുറത്തേക്ക് തലനീട്ടി. മുറ്റത്ത് അലീനെ കണ്ട് അവർ അത്ഭുത സ്തബ്ധയായി. എൻ്റെ ഈശ്വരാ, ഇത് ആരാ? ഇങ്ങനൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി വാ. എൻ്റെ പെങ്കൊച്ചെവിടെ? ഇവിടെ ഇല്ലേ? അലീന ആകാംക്ഷ നിറഞ്ഞ പുഞ്ചിരിയോട് ചോദിച്ചു. മോളെ ശരണേ, ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അമ്മ എന്നെ കളിയാക്കുവാണോ? അലീന ചോദിച്ചു. പിന്നല്ലാതെ, എവിടായിരുന്നു ഇത്രയും നാൾ? ഇങ്ങോട്ടൊന്ന് വന്നുപോലുമില്ലല്ലോ. എൻ്റെ മോൾ എപ്പോഴും പറയും, ശ്രീലത പരിഭവിച്ചു. അലക്കാനുള്ള വസ്ത്രങ്ങൾ ബക്കറ്റിലെ സോപ്പ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയായിരുന്നു ശരണ്യ. അമ്മ വിളിക്കുന്നത് കേട്ട് ദാ വരുന്നമ്മേ എന്ന് ഉദാസീനയായി പറഞ്ഞിട്ട് അവൾ ടാപ്പ് തുറന്ന് കയ്യിലെ സോപ്പ് വെള്ളം കഴുകിക്കളഞ്ഞു. പിൻമുറ്റത്തു കൂടി തന്നെ നടന്ന് അവൾ മുൻഭാഗത്തേക്ക് വന്നു. അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ശരണ്യ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. അലീന ചേച്ചി. അലീനയും അവളെ കണ്ടു കഴിഞ്ഞു. തന്നെ ഓർക്കാപ്പുറത്ത് കണ്ട് ശരണ്യയുടെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നതും ഓടി വരാനുള്ള വെമ്പലിൽ അവളുടെ മനസ്സ് കുതികൊണ്ടതും ചുണ്ടിൽ അത്യാഹ്ലാദത്തിന്റെ പുഞ്ചിരി പൂത്തതും എല്ലാം അടക്കി പിണങ്ങിയ കുട്ടിയെപ്പോലെ അവൾ ഗർഭിച്ചതും അലീന തിരിച്ചറിഞ്ഞു. അവിടെന്താ നിന്ന് കളഞ്ഞത്? ഇങ്ങു വാ, അലീന പറഞ്ഞു. ശരണ്യ നിന്നിടത്തു നിന്ന് അനങ്ങിയില്ല. കെറുവ അവൾക്ക്, ശ്രീലത പറഞ്ഞു. വലിയ ഗമ കാണിക്കാതെ ഇങ്ങോട്ട് വാടി, അലീന വാത്സല്യപൂർവ്വം വിളിച്ചു. ശരണ്യ മുഖം ചിരിച്ച് കൊച്ചുകുട്ടിയെപ്പോലെ വിസമ്മത ഭാവത്തിൽ ശിരസനക്കി. അലീന ശരണ്യ നിൽക്കുന്നിടത്ത് ചെന്നു. ശരണ്യ 2 ചുവട് പിന്നാക്കം മാറി. എന്നിട്ട് അലീനയെ നോക്കാതെ മുഖം താഴ്ത്തി വീടിൻ്റെ പുറം ഭിത്തിയിൽ മുതുകുചാരി നിന്നു. ഇതൊരു കള്ളപ്പിണക്കമാണല്ലോ. ശരിക്കുള്ള പിണക്കമാണെങ്കിൽ ഓടിപ്പോയി മുറിയിൽ കയറി വാതിലടച്ചിരിക്കും. അലീന അവളുടെ തൊട്ട് മുമ്പിൽ ചെന്നു. താടിത്തുമ്പിൽ പിടിച്ച് കുനിഞ്ഞ മുഖം ഉയർത്തി. വേണ്ട, എനിക്കറിയാം, എനിക്ക് മനസ്സിലായി, ശരണ്യ സങ്കടത്തിൽ വിതുമ്പി. ഇങ്ങനൊന്നുമല്ല പെണ്ണെ കൊഞ്ചുന്നത്. അതും പഠിച്ചില്ലേ ഇതുവരെ? അലീന ചോദിച്ചു. അലീന അവളുടെ ദുർബലമായ വിസമ്മതത്തെ മറികടന്ന് തോളത്തൂടെ കൈയിട്ട് മെല്ലെ ആശ്ലേഷിച്ചു. ശരണ്യ പിണക്കമെല്ലാം ഉപേക്ഷിച്ച് ഒരു തേങ്ങലോടെ ആ സ്നേഹാലിംഗത്തിൽ അലിഞ്ഞു ചേർന്ന് നിന്നു. അലീനയുടെ തോളത്ത് ഏതാനും തുള്ളി കണ്ണുനീർ വീണു. മതി, അലീന പറഞ്ഞു. ടിക്കറ്റ് എടുക്കാതെ ആരൊക്കെയോ ഈ സീൻ കാണുന്നുണ്ട്. സ്ഥലകാലബോധം വന്ന ശരണ്യ പെട്ടെന്ന് ആലിംഗനത്തിൽ നിന്ന് സ്വയം അടർത്തിയെടുത്ത് ചുറ്റും നോക്കി. പല വീടുകളുടെയും മുറ്റത്ത് നിന്ന് ആളുകൾ നോക്കുന്നുണ്ട്. ശരണ്യ മിഴി തുടച്ചിട്ട് ചോദിച്ചു. അലീന ചേച്ചി വന്ന വിവരം ഇത്ര പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞോ? പിന്നെ ഞാൻ ചെണ്ടകൊട്ടി വിളിച്ചു പറഞ്ഞ് നോട്ടീസും പറപ്പിച്ചോണ്ടാ വന്നത്, അലീന ചിരിയോടെ പറഞ്ഞു. അവൾ ശരണ്യയുടെ മുഖവും തോളും താടിയെല്ലുമെല്ലാം പിടിച്ചു നോക്കി. നിനക്ക് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. അലീന ചേച്ചിക്കാ മാറ്റം വന്നത്. പൊക്കവും വെച്ചു, വണ്ണവും വെച്ചു. എങ്ങനെയാ അലീന ചേച്ചിക്ക് ഇത്രയും നിറം കിട്ടിയത്? ഞാൻ എന്നും ബ്യൂട്ടി പാർലറിൽ പോവും. ചുമ്മാ നുണ പറയുവാ ചേച്ചി. നീ എന്നോട് കയറിയിരിക്കാൻ പോലും പറയുന്നില്ലല്ലോ. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവും പിന്നെ ഒന്നും തരുന്നില്ലേ? ഇത്രയും നാളായിട്ടും ഒരു തവണ പോലും ഇവിടെ ഒന്നും വന്നില്ലല്ലോ ചേച്ചി. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇപ്പം ആദ്യമായിട്ടാ പാലായിലോട്ട് വരുന്നത്. അപ്പം തന്നെ ഞാൻ ഇവിടെയും വന്നില്ലേ? ഈ കുളത്തൂപ്പുഴയെന്ന് വെച്ചാൽ ഒരുപാട് ദൂരെയാണോ? ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് ദൂരമുണ്ട്. അതെങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന ഇപ്പോഴത്തെ എൻ്റെ ആലോചന. ഇതെന്താ കടങ്കഥയാണോ? ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് ദൂരമുണ്ടത്രേ. ഒരു ബസ്സിൽ കയറിപ്പോയാൽ എന്തുമാത്രം ദൂരം വരുമെന്നാ ഞാൻ ചോദിച്ചത്. രോഹിത് ചേട്ടനോട് ചോദിക്കുമ്പോഴും ശരിക്കും അറിയത്തില്ല എന്ന് പറയും. രോഹിത് ഇവിടെ വരാറുണ്ടായിരുന്നോ? മാസത്തിൽ 2-3 തവണയൊക്കെ വരും. അപ്പോൾ എന്നോട് പറയും അലീന ചേച്ചി കുളത്തൂപ്പുഴയിൽ സുഖമായിട്ടിരിക്കുകയാണെന്ന്. ഞാൻ നിന്നെ തിരക്കിയെന്ന് പറഞ്ഞില്ലേ, അതും പറയും. എനിക്ക് എൻട്രൻസിൻ്റെ കോച്ചിങ് എല്ലാം ഏർപ്പാടാക്കി തന്നത് രോഹിത് ചേട്ടനാ. ഫീസെല്ലാം രോഹിത് ചേട്ടൻ തന്നെ കൊടുത്തു. ഒക്കെ അലീന ചേച്ചി പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം. അങ്ങനെയല്ല മോളെ, ഞാൻ പറഞ്ഞില്ലെങ്കിലും അവൻ ചെയ്യും. അലീന ചേച്ചി ഇപ്പം ശരിക്കും എവിടെയാ? കുളത്തൂപ്പുഴയിൽ എന്താ ജോലി? നല്ല ശമ്പളമുള്ള ജോലിയാണോ? സത്യം പറഞ്ഞാൽ നീ വിശ്വസിക്കോ, എനിക്കവിടെ ഒരു ജോലിയുമില്ല. ശരണ്യ അതിശയത്തോടെ അലീനയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെങ്ങനാ ചേച്ചി ജീവിക്കുന്നേ? അവിടെ ഞാൻ എൻ്റെ പപ്പയുടെ കൂടെയാ. പപ്പയോ?
അലീന ചേച്ചിക്ക് ആരുമില്ലാന്നല്ലേ പറഞ്ഞിരുന്നത്? അങ്ങനെയാ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരത്ഭുതം നടന്നു. ഞാനും എൻ്റെ പപ്പയും തമ്മിൽ കണ്ടുമുട്ടി. ഞങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞു. ശരണ്യ കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. അലീന ചേച്ചി തന്നെ കളിപ്പിക്കുകയാണോ എന്ന് അവൾക്ക് സംശയം. സത്യമാണോ ചേച്ചി? ഈ കാണുന്ന പകൽ പോലെ സത്യം. എങ്ങനെ കണ്ടുമുട്ടി? എവിടെ വെച്ച്? എങ്ങനെ തിരിച്ചറിഞ്ഞു? നിനക്ക് കേൾക്കണമെങ്കിൽ പറയാം. അയ്യോ, കേൾക്കണമെന്നോ? എനിക്കിനി അത് മാത്രം കേട്ടാൽ മതി. ശരണ്യ അലീനയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വീടിൻ്റെ വരാന്തയിലേക്ക് കയറി. ഷാജി ഓട്ടോറിക്ഷ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ട് കൈ കഴുകി നേരെ അടുക്കളയിലേക്ക് കയറി. ഒരു കുരണ്ടി കാൽ കൊണ്ട് തട്ടി നിരക്കിയ ശേഷം അതിന്മേൽ ഊണ് കഴിക്കാനിരുന്നു. മറ്റേ പെങ്കൊച്ചു വന്നിട്ടുണ്ട്. ഊണ് വിളമ്പുന്നതിനിടെ ഷാജിയുടെ അമ്മ പറഞ്ഞു, ഏത് പെങ്കൊച്ച്? അപ്പുറത്തെ ശ്രീലതയുടെ മോളില്ലേ, അതിനെ കാണാൻ. ഓ, ഞാനതിൻ്റെ പേര് മറന്നു. അപ്പോഴേക്കും മുറ്റത്ത് നിന്ന് ഒരു വിളിയൊച്ച കേട്ടു. ഷാജിയേട്ടനുണ്ടോ ഇവിടെ? ഷാജി കാതോർത്തു. എവിടെയോ കേട്ടു മറന്ന സ്വരം. ഷാജി ചോറിലേക്ക് കൈയിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോഴേക്കും ആൾ അകത്തേക്ക് വന്നു കഴിഞ്ഞു. എണീക്കണ്ട ഷാജിയേട്ടാ, അവിടെ ഇരുന്നോ. അലീന. ഷാജി കണ്ണിമയ്ക്കാതെ അവളെ നോക്കി. വീട്ടുജോലി ചെയ്തു കിട്ടുന്ന ശമ്പളവുമായി പാലാ മാർക്കറ്റിൽ നിന്ന് അരിസാധനങ്ങൾ വാങ്ങി അവൻ്റെ ഓട്ടോ വിളിച്ച് അതിൽ കയറ്റി അനാഥാലയങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്ന പെണ്ണ്. അവൻ അവളോട് ഓട്ടോ ചാർജ് തീരെ കുറച്ചു മാത്രം വാങ്ങിച്ചിരുന്നത് കൊണ്ട് ഇനി ഞാൻ ഷാജി ചേട്ടൻ്റെ ഓട്ടോ വിളിക്കില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോകാറുണ്ടായിരുന്ന പെണ്ണ്. പിന്നെ ഇതുപോലൊരു ഉച്ച നേരത്ത് അക്രമാസക്തമായ ഒരു പുരുഷാരത്തിന് നടുവിൽ അടിമുടി മണ്ണെണ്ണയിൽ കുളിച്ച് ഇവൾക്കും മരണത്തിനുമിടയിൽ ഒരു തീപ്പൊട്ടിക്കൊള്ളി മാത്രം ശേഷിക്കെ. ഷാജി ചേട്ടൻ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? മനസ്സിലായില്ലേ എന്നെ? കല്യാണം കഴിഞ്ഞോ? ഷാജി ചോദിച്ചു. എൻ്റെയോ? അതും ഷാജി ചേട്ടനെ ക്ഷണിക്കാതെയോ? എൻ്റെ ജീവൻ രക്ഷിച്ചയാളല്ലേ. അല്ല, ആകെ ഒരു മാറ്റം. കഴുത്തിലും കാതിലുമൊക്കെ സ്വർണം. പെണ്ണല്ലേ, ഇത്തിരി പൊന്നൊക്കെ വേണ്ടേ ചേട്ടാ? പിന്നെന്ത് പറ്റി ഇതുവഴിക്ക് വരണമെന്ന് തോന്നാൻ? ഇവിടുന്ന് പോയിട്ട് ഇപ്പോഴാ വരാനൊത്തത്. ഇവിടെ പ്ലേറ്റില്ലേ അമ്മേ, ഒരെണ്ണം കൂടി എടുക്കാൻ? ഷാജി ചോദിച്ചു. ഉണ്ടല്ലോ, ഷാജിയുടെ അമ്മ പറഞ്ഞു. പിന്നെന്താ എടുക്കാത്തെ? ചോറില്ലേ? ഷാജിയുടെ അമ്മ ഒരു നിമിഷം അന്തം വിട്ടിരുന്നു. പിന്നെ പ്ലേറ്റ് എടുത്ത് കഴുകി ചോറ് വിളമ്പി. അരത്താവി മതിയിട്ടോ, ഒരു ഓർമ്മ പുതുക്കാനാ. ഇവിടുന്ന് വയറ് നിറച്ച് കൊണ്ടിട്ട് ചെന്നാൽ ശരണ്യ എന്നെ കൊല്ലും. അവളവിടെ മുട്ടയൊക്കെ മേടിച്ച് പൊരിക്കുന്നുണ്ട്. അലീന തനിക്ക് കിട്ടിയ പ്ലേറ്റിലെ ചോറിൽ പാതിയും തിരികെ എടുപ്പിച്ചു. ഇതിനാണോ എന്നെക്കൊണ്ട് വിളമ്പിച്ചത്? സരസമ്മ പരിഭവിച്ചു. ഷാജി ചേട്ടൻ്റെ ഒരു പെങ്ങളുണ്ടായിരുന്നല്ലോ, സവിത. എന്തേ, കെട്ടിച്ചു വിട്ടോ? അവളുടെ പേരൊക്കെ ഓർത്തിരിക്കുന്നോ? ഷാജിക്ക് അതിശയം. കെട്ടിച്ചൊന്നുമില്ല കുഞ്ഞെ, സരസമ്മ പറഞ്ഞു. അവളൊരു കൂട്ടുകാരുടെ കല്യാണത്തിന് പോയതാ. ഷാജി ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ? എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല. ഇനിയൊരു 10 വർഷം കഴിഞ്ഞാലും എനിക്ക് പെണ്ണ് കിട്ടും. സ്മാർട്ടല്ലേ ഞാൻ? ഷാജി ചിരിച്ചു. എൻ്റെ കുഞ്ഞെ, അവളെ ഇറുക്കി വിട്ടിട്ട് വേണം ഇവൻ്റെ കല്യാണം നടത്താൻ, സരസമ്മ പറഞ്ഞു. ആലോചനയ്ക്ക് ഉണ്ടോ? അലീന ചോദിച്ചു. ആലോചിച്ചാൽ മാത്രം പോരല്ലോ. എല്ലാവർക്കും പെണ്ണിനല്ലല്ലോ വേണ്ടത്, സ്ത്രീധനമല്ലേ. ഇവനൊരുത്തൻ വണ്ടിയോടിച്ച് കിട്ടണ പൈസ കൊണ്ടാ ചെലവ് കഴിഞ്ഞു പോകുന്നത്. അതിനിടയ്ക്ക് പൊന്നും പണവും. അമ്മ അവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു നാണവുമില്ല ഇല്ലായ്മ വിളിച്ചു പറയാൻ. ആരുടെ അടുത്തും വിസ്തരിച്ചോളും. ഷാജി ശാസിച്ചു. അതോടെ സരസമ്മ നാവടക്കി. ഷാജി ചേട്ടൻ എന്നും ഇവിടെയാണോ ഉച്ചയൂണ്? ഇന്ന് ഞായറാഴ്ചയല്ലേ, ഓട്ടം കുറവാ, അതാ ഇങ്ങോട്ട് പോന്നത്, ഷാജി പറഞ്ഞു. അലീന ഉണ്ടു തീർത്ത് പ്ലേറ്റും കൈയും കഴുകി. ഞാൻ ഇപ്പോൾ വരാമേ. അലീന ശരണ്യയുടെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് തിരികെ വന്നു. അവളുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉണ്ടായിരുന്നു. അതവൾ ഷാജിയെ ഏൽപ്പിച്ചു. എന്താ ഇത്? ഷാജി നെറ്റി ചൊളിച്ചു. സവിതയ്ക്ക് എൻ്റെ ഒരു ഗിഫ്റ്റാ. ഓ, അന്ന് അവളുടെ ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് പോയല്ലോ, അതിൻ്റെ പകരമാണോ? അത് ഞാൻ തിരിച്ചു തന്നല്ലോ. പകരമൊന്നുമല്ല ഷാജിയേട്ടാ, പെൺകുട്ടികൾക്കാവുമ്പം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, അലീന പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, സവിതയ്ക്ക് കല്യാണം തീരുമാനിക്കുമ്പം എന്നെ കൂടി അറിയിക്കണേ. 5-6 പവൻ സ്വർണത്തിൻ്റെ കുറവ് കൊണ്ട് ഒരാലോചനയും തള്ളിക്കളയണ്ട. അത്രയ്ക്ക് പണക്കാരിയായോ? ഷാജി ആശ്ചര്യപ്പെട്ടു. പണക്കാരിയൊന്നുമല്ല ഷാജിയേട്ടാ, ഞാൻ ചോദിച്ചാൽ തരാൻ ആളുകളുള്ളത് കൊണ്ടാ. ഒരു കയ്യിൽ നിന്ന് വാങ്ങിച്ച് വേറൊരു കയ്യിലേക്ക് കൊടുക്കാനുള്ളതല്ലേ പണം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റും, അതുകൊണ്ട് പറഞ്ഞതാ. തൻ്റെ ഫോൺ നമ്പറും കൂടി കൊടുത്തിട്ടാണ്
അലീന ഷാജിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു പോയത്. ശരണ്യ ഊണൊരുക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു. ഷാജിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു പിടി ചോറുണ്ടു. എന്നാലും സ്ഥലം ബാക്കിയുണ്ട് കേട്ടോ, വിളമ്പിക്കോ, അലീന പറഞ്ഞു. ശരണ്യയുടെ സഹോദരന്മാർ രണ്ടുപേരും പുറത്തു പോയിരിക്കുകയാണ്. ഒരാൾ ഡ്രൈവറാണ്, മറ്റേയാൾ പ്ലംബിംഗ് ജോലിക്കാരനും. വക്കീൽ ഗുമസ്തനായ പ്രഭാകരന് ഒഴിവു ദിവസമാണ്. അതിനാൽ അയാൾ അവരോടൊപ്പം ഊണ് കഴിക്കാനുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞ് 4 മണി വരെ അലീന ശരണ്യോടൊപ്പം സംസാരിച്ചിരുന്നു. മടങ്ങാൻ നേരം അവളോട് പറഞ്ഞു, നീ ഇപ്പം ഒരു ചുണക്കുട്ടിയായി, ഇങ്ങനങ്ങ് പോയാൽ മതി കേട്ടോ. ഒരു ലക്ഷ്യമുണ്ടല്ലോ മുൻപിൽ, നിനക്കവിടെ എത്താൻ സാധിക്കും. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ രോഹിത്തിനോട്. ചേച്ചി കുളുത്തൂപ്പുഴയ്ക്ക് തിരിച്ചു പോണതിന് മുൻപ് ഒന്നുകൂടി ഇവിടെ വരുമോ? അറിയില്ല മോളെ, ചിലപ്പോൾ പപ്പ കാറുമായിട്ട് വന്നാൽ പെട്ടെന്ന് പോകേണ്ടി വരും. എന്നാലും ഇനിയും ഞാൻ വരും. നിനക്ക് തരാൻ ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അലീന ഷോപ്പിംഗ് ബാഗിൽ നിന്ന് ഒരു ഹാൻഡ്സെറ്റ് എടുത്തു കൊടുത്തു. ക്യാമറയും ബ്ലൂടൂത്തും ഒന്നുമില്ല കേട്ടോ. ഫോണായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാ നല്ലത്. നമുക്ക് വേണമെങ്കിൽ ചൂലിൻ്റെ അറ്റത്തും പാട്ടുപാടുന്ന യന്ത്രം ഘടിപ്പിക്കാം. രാവിലെ മുറ്റമടിക്കുമ്പോൾ പാട്ട് കേൾക്കാം, മുറിയടിച്ചു വാരുമ്പോഴും പാട്ട് കേൾക്കാം. പക്ഷേ ഏകാഗ്രത ഇല്ലാതെ ചെയ്യുന്ന ഒരു ജോലിയും തൃപ്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. ഷോപ്പിംഗ് ബാഗ് അലീന അവളെ ഏൽപ്പിച്ചു. നിനക്ക് വേണ്ടി വാങ്ങിച്ച കട്ട് പീസുകളാ, നിന്റെ അളവിനൊപ്പിച്ച് തയ്പ്പിച്ചെടുത്തോളണം. ഒടുവിൽ അലീന തൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് പണവും എടുത്ത് അവൾക്ക് കൊടുത്തു. ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചി, ശരണ്യ വല്ലായ്മയോട് പറഞ്ഞു. ഇരിക്കട്ടെ, നിനക്ക് ആവശ്യം വരും. ഞാനീ കടങ്ങളൊക്കെ എങ്ങനെ തീർക്കും? ശരണ്യയുടെ കണ്ണ് നിറഞ്ഞു. നീ പഠിച്ച് ഒരു ഡോക്ടറായി പുറത്തു വരുമ്പോൾ ഞാൻ കഴക്കൂട്ടത്ത് സ്നേഹനികേതനം എന്നൊരു ഓർഫനേജ് നടത്തുന്നുണ്ടായിരിക്കും, അനാഥരുടെ അഭയകേന്ദ്രം. വല്ലപ്പോഴും അവിടെ വന്ന് അവിടുത്തെ പാവങ്ങളെ പരിശോധിച്ച് മരുന്നൊക്കെ കുറിച്ചു തരണം. അത്രേ മതി കേട്ടോ, അലീന സ്നേഹവായ്പോടെ പറഞ്ഞു. തലയാട്ടുമ്പോൾ ശരണ്യയുടെ മിഴികളിൽ നിന്ന് നീർത്തുള്ളികൾ തുളുമ്പിച്ചാടി. ക്ലോസ്ഡ് സർക്യൂട്ട് ടിവിയിൽ നോക്കിക്കൊണ്ടിരിക്കെ പരിചിതമായ ഒരു മുഖം കണ്ട് ബാലചന്ദ്ര മേനോൻ റിവോൾവിംഗ് ചെയർ അല്പം നിരക്കി ചില്ലുവാതിലൂടെ നോക്കി. ശിവശങ്കരൻ ക്യാബിന് നേർക്ക് വരുന്നത് കണ്ടു. അല്പസമയത്തിനകം അയാൾ ചില്ലുവാതിക്കൽ വന്നു തട്ടി. അകത്തേക്ക് വരാൻ ബാലചന്ദ്ര മേനോൻ കൈ കാണിച്ചു. ശിവശങ്കരൻ അകത്തേക്ക് കടന്നു. ബാലചന്ദ്രൻ കസേരയിലേക്ക് കൈ ചൂണ്ടി ഇരിക്കാൻ ആംഗ്യം കാട്ടി. ശിവശങ്കരൻ ഇരുന്നു. അയാളുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോഴേ ബാലചന്ദ്രന് മനസ്സിലായി, സൗമ്യ സംഭാഷണമൊന്നുമല്ല നടക്കാൻ പോകുന്നതെന്ന്. അയാൾ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് തന്നെ നിമിഷങ്ങളോളം നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിച്ച മട്ടിൽ പറഞ്ഞു, ഞാൻ കൊല്ലത്ത് പോയിട്ട് വരികയാ. തങ്കശ്ശേരിയിൽ മരിച്ചുപോയെന്ന് നീ പറഞ്ഞ ഗ്ലാഡിസ് ജീവിച്ചിരിക്കുന്നു. ബാലചന്ദ്രൻ അല്പമൊന്ന് പതറി. പെട്ടെന്ന് തന്നെ സമചിത്തത കൈവരിച്ചു. ഗ്ലാഡിസിന്റെ അഡ്രസ് ആര് തന്നു? നിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന പീറ്റർ, കുറവിലങ്ങാട്ടുകാരൻ. ഗ്ലാഡിസിന് ഭർത്താവുണ്ടായിരുന്നെന്നും അയാളും ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നതെന്നും അവർക്ക് കുട്ടികളുണ്ടെന്നും നീയുമായിട്ട് ആ സ്ത്രീക്ക് യാതൊരു ബന്ധവും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നും പീറ്റർ പറഞ്ഞു. എന്നിട്ടും പിന്നെന്തിനാ ശിവേട്ടൻ തങ്കശ്ശേരിക്ക് പോയത്? ജയന്തി നിർബന്ധിച്ചിട്ട്. സത്യാവസ്ഥ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അവളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ? നിന്നോട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. നീയല്ലേ എന്നോടൊരിക്കൽ പറഞ്ഞത് തങ്കശ്ശേരിക്കാരി ഗ്ലാഡിസ് എന്ന ആംഗ്ലോ ഇന്ത്യൻ പെണ്ണ് പ്രസവിച്ചതാണ് അലീനയെന്നും നിന്റെ മകളാണെന്നുമൊക്കെ. ഗ്ലാഡിസ് ഒരു ആംഗ്ലോ ഇന്ത്യൻ പോലുമല്ല. പിന്നെ എന്തിനാണ് നീ അങ്ങനെയൊരു കഥ ഉണ്ടാക്കിയത്? അതും മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ പേരിൽ. ഞാൻ ആ സ്ത്രീയുടെ പേരല്ല പറഞ്ഞത്. തങ്കശ്ശേരിക്കാരി വേറെയുമുണ്ട് ഗ്ലാഡിസ്. ഇനി നീ കൂടുതൽ വിശദീകരിക്കേണ്ട ബാലേന്ദ്ര, ഞങ്ങൾക്ക് മനസ്സിലായി. അലീനെ കൂടെ നിർത്താൻ വേണ്ടി നീ പറഞ്ഞ കള്ളക്കഥയാണ് എല്ലാമെന്ന്. ജയന്തി നിനക്കെതിരെ ഡിവേഴ്സിന് കോടതിയിൽ പോകാൻ തീരുമാനിച്ചു. ആണോ? വെരി ഗുഡ്. കോടതിയിൽ പോകട്ടെ, ഞാനും അത് പ്രതീക്ഷിച്ചിരിക്കുകയാ. ബാലചന്ദ്ര, ഇനിയെങ്കിലും സത്യം പറ, ആരാണ് അലീന? നീയും അവളും തമ്മിൽ എന്താ ബന്ധം? ഒരിക്കൽ നിന്റെ കുടുംബം കലക്കിയവൾ അവൾ. ഒരു വിധത്തിലാ അവൾ ഒഴിവാക്കിയത്. വീണ്ടും നീ എന്തിനവളെ വിളിച്ചു വരുത്തി? അലീനയെ ഞാനോ എൻ്റെ മക്കളോ ഒഴിവാക്കിയിട്ടില്ലായിരുന്നു ശിവേട്ട. അവൾ സ്വമേധയാ പോയതാ. അവൾ പോകല്ലെന്നായിരുന്നു എൻ്റെയും എൻ്റെ മക്കളുടെയും ആഗ്രഹം. പക്ഷേ അവൾ പോയി. ഇപ്പോൾ അവൾ തിരിച്ചു വന്നതും ഞാൻ വിളിച്ചിട്ടല്ല, സ്വമേധയാ വന്നതാണ്. അതും ബബിതയെ ശുശ്രൂഷിക്കാൻ. അലീന അവളോടൊപ്പം ഉള്ളത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ,
നീയും അലീനയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ മോളാണെന്ന്. വേണ്ട, ഇനി ഞങ്ങളത് വിശ്വസിക്കില്ല ബാലേന്ദ്ര. മനുഷ്യനെ വിഡ്ഢിയാക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ശിവശങ്കര മേനോന്റെ ഒച്ച കടുത്തു. വിഡ്ഢിയായത് നിങ്ങളല്ല, ഞാനാണ്. 22 വർഷക്കാലം നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കി. ബാലചന്ദ്രൻ പകയോടെ പറഞ്ഞു. അതിൻ്റെ പ്രതികാരമാണോ ഇത്? അതെ. ജയന്തിയെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ച് ഞങ്ങളാരും നിന്റെ പുറകെ നടന്നിട്ടില്ല. നീയാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അത് നടത്തിത്തരണമെന്നും അത് നിന്റെ നിർബന്ധമായിരുന്നു. അതെ, ഞാൻ കല്യാണം ആലോചിച്ചത് കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോന്റെ മകളെയാണ്. അല്ലാതെ ഏതോ ഒരുത്തൻ്റെ കൂടെ നടന്ന് കുറേ കാലം വ്യഭിചരിക്കുകയും ആ വകയിലൊരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്ത അഭിസാരികയല്ല എന്ന് കുഞ്ഞിരാമൻ മേനോന്റെ മകൻ ശിവശങ്കര മേനോൻ മനസ്സിലാക്കണം. ബാലചന്ദ്രന്റെ സ്വരത്തിന് മൂർച്ചയേറി. അകം മുഴുവൻ ചീഞ്ഞു നാറിയ ആ ശവം എന്തു ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. തറവാട്ടിൽ ജനിച്ചു വളർന്ന് അഭിമാനത്തോടെ ജീവിക്കുന്ന പെണ്ണാണല്ലോ എന്ന് സങ്കല്പിച്ച് ഞാൻ വന്ന് കൈനീട്ടിയപ്പോൾ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ആർക്കും വേണ്ടാത്ത ചരക്ക് എൻ്റെ തലയിൽ കെട്ടിവയ്ക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്നിട്ട് 22 വർഷക്കാലം അത് മറച്ചുവെച്ച് എന്നെ ചീറ്റ് ചെയ്തു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ജയന്തി പിന്നെ എന്തു ചെയ്യണമായിരുന്നു? കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ എല്ലാം തുറന്ന് പറയണമായിരുന്നോ? അവൾ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടെന്നും പ്രസവിച്ചിട്ടുണ്ടെന്നും. എന്നാൽ നിനക്ക് തൃപ്തിയാകുമായിരുന്നോ? അങ്ങനെ ചെയ്യാനുള്ള ആത്മധൈര്യമൊന്നും ഈ ലോകത്തൊരു പെണ്ണിനും ഉണ്ടാകില്ലെന്നറിയാം ശിവേട്ട. ഞാൻ ഇതേ ചോദിക്കുന്നുള്ളൂ. ജയന്തി കേടുപറ്റാത്തവളായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ എനിക്ക് കല്യാണം കഴിച്ച് തരുമായിരുന്നോ? അവൾ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാകുമായിരുന്നോ? ശിവശങ്കരന് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല. ഒരുപാട് തല പുകയ്ക്കണ്ട ശിവേട്ട. ഇല്ല, ഇല്ലെന്ന് 1000 തവണ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സമീപനത്തിൽ നിന്ന് മാത്രമല്ല, ജയന്തിയുടെ സംഭാഷണത്തിൽ നിന്നും. കൊല്ലപ്പള്ളിക്കാരുടെ ചെരുപ്പിന്റെ വള്ളി കെട്ടാൻ പോലും യോഗ്യതയില്ലാത്തവരായിരുന്നു നെടുമ്പുരയ്ക്കൽക്കാർ എന്ന് ജയന്തി 100 വട്ടം എൻ്റെ മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ട്. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോന്റെ കാല് കഴുകിയ വെള്ളം പോലും കുടിക്കാൻ യോഗ്യതയില്ലാത്ത തേവിടിച്ചാണ് യാതൊരു എളുപ്പമില്ലാതെ ഇത് പറയുന്നതെന്ന് ഓർക്കണം. പക്ഷേ അന്നൊന്നും ഞാനത് അറിഞ്ഞില്ല. ബാലചന്ദ്രൻ മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് കൈക്കുള്ളിൽ വെച്ച് ഞെരിച്ചു. തെറ്റുപറ്റാത്തവരാരാ ബാലചന്ദ്ര ഈ ലോകത്തുള്ളത്? തെറ്റു പറ്റും ശിവേട്ട. ചിലരത് മറച്ചു വയ്ക്കുകയും ചെയ്യും. അതും മനസ്സിലാക്കാം. എന്നാൽ ചെയ്ത തെറ്റിൻ്റെ മീതെ കയറി ഞെളിഞ്ഞു നിന്നുകൊണ്ട് താഴെ നിൽക്കുന്ന നിരപരാധിയുടെ തലയിൽ ചവിട്ടുകയും മുഖത്ത് തുപ്പുകയും ചെയ്യുന്നത് മനസ്സിലാക്കാവുന്നിടത്തോളം എൻ്റെ ബുദ്ധി വികസിച്ചിട്ടില്ല. ബാലചന്ദ്രൻ പേപ്പർ വെച്ച് ടേബിളിന് മീതെ വെച്ചു. ശിവശങ്കരൻ അല്പസമയം മിണ്ടാതിരുന്നു. ഞങ്ങൾ എന്തു ചെയ്യണമായിരുന്നു ബാലചന്ദ്ര? കല്യാണം ആലോചിച്ചു വന്ന നിന്നോട് വിളിച്ചു പറയണമായിരുന്നു ഞങ്ങളുടെ പെങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. പറഞ്ഞാൽ ഞാൻ അവളെ കല്യാണം കഴിക്കില്ല എന്നായിരുന്നു നിങ്ങളുടെ ഭയം അല്ലേ? കല്യാണം കഴിക്കാതിരിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ കൂടി നീ അത് അറിയിക്കുമോ എന്ന ആശങ്കയും ഞങ്ങൾക്കുണ്ടായിരുന്നു. ശരി, വേണ്ട, പറയണ്ട ബാലചന്ദ്ര. നിന്നെ എൻ്റെ പെങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, വെറുപ്പാണ്. കൂടാതെ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടുകാരുടെ ആശ്രിതനായിരുന്ന ഒരുത്തൻ്റെ മകന് ഞങ്ങളുടെ പെങ്ങളെ കൊടുക്കാൻ ഞങ്ങൾക്കും കുറച്ചിലുണ്ട്. നീ പോയി നിന്റെ പണി നോക്ക് ബാലചന്ദ്ര എന്ന് പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് അത്രയെങ്കിലും ചെയ്തില്ല? ശിവശങ്കരന് ഉത്തരമൊന്നും കിട്ടിയില്ല. ഈ വിഴുപ്പ് അവൻ്റെ തലയിൽ തന്നെ കെട്ടിവയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ? കുഴപ്പമില്ല ശിവേട്ട. എന്തായാലും ഞാൻ ഇത്ര നാളും ചുമന്നില്ലേ, ഇനി ഞാനിതൊന്ന് അലക്കി വെളുപ്പിച്ചോട്ടെ. 22 കൊല്ലം മുമ്പ് നടന്ന ഈ സംഭവങ്ങളൊക്കെ ഇനി നിനക്ക് തിരുത്താൻ പറ്റുമോ ബാലേന്ദ്ര? തിരുത്താൻ പറ്റില്ല, പക്ഷേ നിങ്ങളുടെയൊക്കെ തൊലിയൊരിക്കാൻ പറ്റും. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ വെറും നപുംസകമായി പോകും. നിങ്ങളുടെ അച്ഛൻ കുഞ്ഞിരാമ മേനോനും കൂടെ ജീവിച്ചിരിക്കണമായിരുന്നു ഇതെല്ലാം കാണാനും കേൾക്കാനും. ബാലേന്ദ്ര, കോടതിയിൽ പോയാൽ ജയന്തിക്ക് ഡിവോഴ്സ് കിട്ടും. അതിനാവശ്യമായ ഗ്രൗണ്ട്സ് ഉണ്ട്. അലീനയും നീയും തമ്മിലുള്ള രഹസ്യബന്ധം. അലീന ആരാണെന്ന് ജഡ്ജി ചോദിക്കുമ്പം കുടുംബ കോടതിയിൽ നിന്നുകൊണ്ട് നീ വിയർക്കുമേ. ശിവേട്ട, ഞാനല്ല, നിങ്ങളുടെ ഉടപ്പിറന്നോൾ വൈജയന്തി വിയർക്കും. കോടതി മുറിയിൽ വെച്ച് ഞാനൊരു കഥ പറഞ്ഞ് കേൾപ്പിക്കും. വരട്ടെ, കോടതിയിലോട്ട് വരട്ടെ. ബാലചന്ദ്രൻ ഉന്മാദം പൂണ്ടു. നീ പറയുന്ന കഥ ആരും വിശ്വസിക്കില്ല ബാലേന്ദ്ര. നിനക്കത് തെളിയിക്കാനും പറ്റില്ല. 22 വർഷം മുൻപ് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ജയന്തി നിഷേധിച്ചു പറഞ്ഞാൽ നീ തോറ്റു തൊപ്പിയിടും. കാണാം ശിവേട്ട, നമുക്ക് കോടതിയിൽ വെച്ച് കാണാം.
പക്ഷേ കോടതിക്കപ്പുറത്ത് നിനക്കൊരു കുടുംബമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. കോടതി വിധി കഴിഞ്ഞും നിന്റെ കുടുംബാംഗങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ ജീവിക്കേണ്ടതാണെന്ന് നീ ഓർത്തോണം. നിന്റെ ജീവിതം, നിന്റെ മക്കളുടെ ജീവിതം, അവർക്കുണ്ടാകുന്ന അപമാനവും വേദനയും, സമൂഹത്തിനു മുൻപിൽ നിന്റെ നിലയ്ക്കും വിലയ്ക്കും ഉണ്ടാകുന്ന ഇടിച്ചിൽ, കോടതിയിൽ മലർന്നു കിടന്ന് തൊപ്പിയിട്ട് നീ ഇറങ്ങി വരുമ്പോൾ ആളുകൾ നിന്നെ അറപ്പോടെ നോക്കൂ. ഇതൊന്നും എന്നോട് പറയണ്ട ശിവേട്ട. ഞാനല്ല കോടതിയിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. പെങ്ങളുണ്ടല്ലോ വീട്ടിൽ, അവളോട് ചെന്ന് പറ. ശിവശങ്കരൻ എഴുന്നേറ്റു. നീ ഒന്നുകൂടി ആലോചിക്കൂ ബാലേന്ദ്ര. ഇപ്പോഴാണെങ്കിൽ അലീനയെ പറഞ്ഞയച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കോടതിയിൽ വെച്ച് തീർക്കാം ശിവേട്ട. അതാവുമ്പോൾ രേഖയുണ്ടാവുമല്ലോ. നീ അങ്ങനെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ജയന്തിക്കൊരു തെറ്റുപറ്റിയത് നീ അറിഞ്ഞു എന്നുള്ളതാണല്ലോ നീ അവൾക്കെതിരെ കോടതിയിൽ വെച്ച് പൊട്ടിക്കാൻ കരുതി വെച്ചിരിക്കുന്ന ബോംബ്. നീ അറിഞ്ഞു എന്നുള്ള വിവരം ഞാൻ ഇന്ന് തന്നെ അവളെ അറിയിച്ചേക്കാം. പിന്നെ നിന്റെ ബോംബ് വെറും നനഞ്ഞ പടക്കമായി പോകും ബാലേന്ദ്ര. വെറും ഓലപ്പടക്കം. ആ ശിവേട്ടൻ ചെല്ല്, അവളോട് കഥ പറഞ്ഞു കൊടുക്ക്. പറയുമ്പം കഥ മുഴുവൻ പറയണേ. നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ വെച്ച് ജയന്തി പ്രസവിച്ച കുട്ടി മരിച്ചുപോയി എന്ന് അവളോട് പറഞ്ഞത് കള്ളമാണെന്നും ആ കുഞ്ഞിനെ ഏതോ അനാഥാലയത്തിൽ വലിച്ചെറിഞ്ഞെന്നും ഡീറ്റെയിൽസ് ഒന്നും വിട്ടുകളയരുത്. ശിവശങ്കരൻ മേനോൻ നിരായുധനെപ്പോലെ നിന്നു. ഇതെല്ലാം ജയന്തിയോട് പറഞ്ഞു കഴിഞ്ഞാലും ശിവേട്ട, എൻ്റെ കയ്യിൽ ഒരു ബോംബ് ബാക്കിയാണ്, കോടതി മുറിയിൽ വെച്ച് പൊട്ടിക്കാൻ. ശിവേട്ടൻ ചെല്ല്. മറുപടിയൊന്നും ഉരിയാടാതെ ശിവശങ്കരൻ ക്യാബിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.